ഇന്ന് ഞാൻ കൃപാസനം അമ്മയെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കൃപാസനം അമ്മ ലോകത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടണം. അത് ആരായാലും ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ലാതെ അമ്മ തൻ്റെ പുത്രൻ്റെ അരികിലേക്ക് നമ്മളെല്ലാവരെയും വിളിക്കുന്ന കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുമ്പ് കൃപാസനത്തെ വളരെ പുച്ഛത്തോടെ അല്ലെങ്കിൽ പരിഹാസത്തോടെ കണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ പരിശുദ്ധ അമ്മ കടന്നു വന്നത്, അമ്മയുടെ സഹായം, അമ്മയുടെ സ്നേഹം, അമ്മ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അമ്മയോട് അമ്മേ ഇതെൻ്റെ പ്രശ്നമെന്ന് പറയുമ്പോൾ നമ്മളെ കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒരമ്മ അവിടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം, അത് വളരെ വലുതാണ്. കൃപാസനത്തിൽ പോകുന്ന ഓരോരുത്തർക്കും, ഞാനിതുവരെ പോയിട്ടില്ല, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പോലും എനിക്ക് അമ്മയെ അറിയാൻ പറ്റുന്നുണ്ട്. അമ്മയിലുള്ളൊരു വിശ്വാസം, അതായത് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അമ്മയെ ഏൽപ്പിച്ചു ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്നുള്ളൊരു വിശ്വാസം തരാൻ എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൽ ഒരാൾക്കും കഴിയില്ല. അമ്മയ്ക്ക് നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവം നമ്മുടെ കർത്താവ് യേശുവാണ്. ആ കർത്താവ് യേശുവിൻ്റെ അമ്മ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല. ഈ ലോകത്തിൽ ഒന്നും പേടിക്കാനില്ല. നമ്മൾ ഓരോരുത്തരും ഈശോയെയും പരിശുദ്ധ അമ്മയെയും ഈ ലോകത്തിലെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ, കർത്താവിൻ്റെ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ സ്നേഹവും പരിപാലനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.